പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. സൂര്യതാപമേറ്റ് കേരളത്തിൽ 2 മനുഷ്യന്മാർ മരണപ്പെട്ട വാർത്ത ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. ചൂട് താങ്ങാൻ പറ്റാതെ മനുഷ്യരും മൃഗങ്ങളും മറ്റെല്ലാ ജീവജാലങ്ങളും വലിയ ദുരിതം നേരിടുന്ന ഒരു നേരമാണ്. കൃഷി വസ്തുക്കളൊക്കെ ഉണങ്ങിപ്പോകുന്ന, കഠിനമായ വരൾച്ച മൂലം വലിയ പ്രയാസം നമ്മൾ അനുഭവിക്കുന്ന ഒരു നേരത്താണ് നമ്മളുള്ളത്. ഗവൺമെന്റ് ചൂടിനെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നതിനുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഓരോ ദിവസവും ചൂട് കൂടുക എന്നല്ലാതെ ചൂടിൽ നിന്ന് നമ്മൾക്കൊരു മോചനം ലഭിക്കുന്നില്ല. ഈ ചൂട് ഇനിയും കൂടുകയാണ് എന്നുള്ള സൂചനകളാണ് നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനുഷ്യരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണത്. എല്ലാ നിലക്കും വലിയ പുരോഗതിയൊക്കെ നേടിയെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമ്മളെ എല്ലാവരെയും നിശ്ചലരാക്കി കളയുന്ന കാഴ്ചകളാണ് കാണുന്നത്. മഴ വരികയാണെങ്കിൽ മഴയോട് മഴയായിരിക്കും. ആ മഴ വന്നാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചൂട് വരികയാണെങ്കിൽ അതികഠിനമായ ചൂട്, നമ്മൾ ആ ചൂടിന്റെ പേരിൽ ഇങ്ങനെ പരാതി പറയുക എന്നല്ലാതെ ആ ചൂട് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ കയ്യിലില്ല. മഹാപ്രളയം വന്നാൽ ആ പ്രളയത്തിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഹതഭാഗ്യരായി നോക്കി നിൽക്കുകയല്ലാതെ പ്രളയത്തിന്റെ കെടുതികളെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അതൊട്ട് നമ്മൾക്ക് കഴിയുകയുമില്ല. യഥാർത്ഥത്തിൽ ഇത്തരം ചൂടും പ്രകൃതിയിലെ മറ്റുള്ള ഓരോ പ്രതിഭാസങ്ങളും വരുമ്പോൾ നമ്മളുടെ ദൗർബല്യവും അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്തും നമ്മൾക്ക് ബോധ്യപ്പെടുകയാണ്. പ്രകൃതിയിലെ ഇത്തരം പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന നേരങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. വാനനിരീക്ഷണം സുന്നത്താണ് എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത്. ആകാശം നോക്കി വെറുതെ പണിയില്ലാതെ നടക്കുകയല്ല വാനനിരീക്ഷണം. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. എല്ലാ ദിവസവും രാത്രിയുടെ അവസാനത്തെ ടൈമിലേക്ക് വിടന്നാൽ രാത്രിയെ 3 ഭാഗമാക്കി തിരിക്കുക. രാത്രി 12 മണിക്കൂറുണ്ടെങ്കിൽ 4, 8, 12. അതിൽ ആദ്യത്തെ 8 മണിക്കൂർ കഴിഞ്ഞാൽ അതാണ് ബാക്കിയുള്ള അവസാനത്തെ സമയം. അവസാനത്തെ 4 മണിക്കൂറായാൽ പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ ഉറക്കമുണരും. പിന്നീട് വുളൂ ചെയ്ത് കുറെ സമയം നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് കണ്ണും തുറന്ന റസൂലുള്ളാഹി തങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടങ്ങനെ ചിന്തയിൽ കഴിയും. വിശുദ്ധമായ ഖുർആനിൽ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച വചനങ്ങളുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹർ. ഇങ്ങനെ പ്രപഞ്ചത്തിലെ സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, ആകാശഭൂമികളെക്കുറിച്ച്, രാവും പകലും മാറി മാറി വരുന്നതിനെക്കുറിച്ച്, ഓരോന്നിനെക്കുറിച്ചും പറയുന്ന ഖുർആനിക വചനങ്ങൾ ഓതി അതിനെക്കുറിച്ച് ചിന്തിച്ച് അല്ലാഹുവിന്റെ റസൂൽ സമയം മുന്നോട്ട് പോക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചൂട് വരുമ്പോൾ നമുക്കതിൽ നിന്ന് വല്ല പാഠമുണ്ടോ? ഈ ചൂട്, നമ്മളിങ്ങനെ ചൂട് വരുമ്പോൾ ഹാന്നും പറഞ്ഞിട്ട് പ്രകൃതിയെ കുറ്റം പറഞ്ഞ് KCBയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരോടൊക്കെയും കുറെ കയർത്ത്, അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മളായിട്ടുണ്ടാക്കുന്നതാണ് ഈ പ്രകൃതിയിലെ ഓരോ തരത്തിലുമുള്ള പ്രയാസങ്ങൾ. വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനം വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിന്റെ 96-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ഒരു വചനമാണ്. നല്ലോണം നമ്മൾ ആലോചിക്കണം. ഖുർആൻ പറയാൻ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ. മനുഷ്യന്മാർ, ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ, ഭൂമിയിൽ അധിവസിക്കുന്നവർ 2 കാര്യം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ
ഏതാണ് രണ്ട് കാര്യം? ഒന്ന് അൽ ഈമാൻ, ആമനു, ഈമാൻ അവർക്കുണ്ടായിരുന്നുവെങ്കിൽ, വത്തഖൗ, അവർക്ക് തഖ്വയും ഉണ്ടായിരുന്നുവെങ്കിൽ. ഈമാനും തഖ്വയും മനുഷ്യന്മാരെ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണം ഖുർആൻ തന്നെ പറയുന്നു, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്. നിങ്ങളുടെ ആകാശം നിങ്ങളെ നോക്കി ഇങ്ങനെ പല്ലിളിക്കൂല. പിന്നെയോ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്, ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന മഴ നിങ്ങൾക്ക് കിട്ടും. ഭൂമിയിൽ നിന്ന് അതിന്റെ ഫലങ്ങൾ സമൃദ്ധമായി നിങ്ങൾക്ക് മുളച്ചു കിട്ടും. എന്നാൽ ഈമാനും തഖ്വയും ഇല്ലെങ്കിലോ വലാകിൻ കസ്സബു, അല്ലാഹുവിനെ മനുഷ്യൻ അംഗീകരിക്കുന്നില്ല. പടച്ചവൻ എന്നൊരു ചിന്തയും നമുക്കില്ല. നമ്മൾക്ക് ഏറ്റവും വലിയത് നമ്മൾ തന്നെയാണ് എന്ന ധാരണയിലാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ഫഅഖസ്നാഹും, പടച്ചോ നിങ്ങളെ പിടികൂടും. എന്തിനാ? ബിമാ കാനൂ യക്സിബൂൻ, നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ, നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അള്ളാഹു നിങ്ങളെ പിടികൂടുമെന്ന് ശുദ്ധമായ ഖുർആൻ നമ്മൾക്ക് താക്കീത് തന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഈ അനുഭവിക്കുന്ന വരൾച്ചയുണ്ടല്ലോ, ആ വരൾച്ച ഒരു പരീക്ഷണമാണ്. അതൊരു പരീക്ഷണമാണ് എന്ന ചിന്തയെങ്കിലും മിനിമം ഈമാനുള്ളവന്റെ തലച്ചോറിലേക്ക് കയറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയൊരു പരീക്ഷണം നമ്മുടെ മുമ്പിൽ തന്നിട്ട് നമ്മൾക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ല. നമ്മളെപ്പോഴും ഗവൺമെന്റിനെ കുറ്റം പറയാൻ, KCB ജോലിക്കാരെ കുറ്റം പറയാൻ ഇതൊക്കെ നമുക്ക് സമയമുണ്ടാകും. പക്ഷേ ഈ KCBക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരാണ്. അല്ലാഹു നമ്മളെ പരീക്ഷിക്കാൻ ഒരുങ്ങിയാൽ, പടച്ച റബ്ബിന്റെ ഒരു അദാബ് നമ്മളിലേക്ക് ഇറങ്ങിയാൽ പിന്നീട് ഒരാൾക്കും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിലുള്ള പഴുത് ഈമാനിലേക്ക് നമ്മൾ മടങ്ങുക, തഖ്വയിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വികസനത്തിന്റെ ഏറ്റവും വലിയ ഉന്നതി പ്രാപിച്ചവർ എന്ന് നമ്മൾ കരുതുന്നവരാണ് ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നവർ, വിശേഷിച്ച് അറേബ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾ. ആ അറേബ്യൻ രാജ്യങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിക്കൊണ്ട് വല്ലാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയെ സ്വർഗമാക്കിയ ആളുകളാണ് അവിടുത്തെ ഭരണാധികാരികൾ. ഒന്നുമില്ലായ്മയിൽ നിന്ന് അത്ഭുതങ്ങൾ വിളയിച്ചെടുത്ത ആ നാട്ടിൽ വലിയ പ്രളയം വന്നു. അല്ലാഹു അവർക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. ആ പ്രളയം വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ നമ്മളെ ഞെട്ടിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? എന്തിനേയും നേരിടാൻ മാത്രമുള്ള ടെക്നോളജികൾ വശമുള്ള ആളുകളാണവർ. പക്ഷേ അല്ലാഹു ചെറിയൊരു ഡോസ് കൊടുത്തപ്പോൾ, ഒരു മഴയുടെ പ്രളയത്തിന്റെ രൂപം അത് പ്രാപിച്ചു കടന്നു വന്നപ്പോൾ നിസ്സഹായരായി പോയി. അമ്പരച്ചുംബിയായ രമ്യഹർമ്മങ്ങൾ പണിതിട്ടുണ്ടവർ. പക്ഷേ ആ ഫ്ലാറ്റുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ മഹാപ്രളയം വീടിന്റെ മുറ്റത്തൂടെ മുഴുവനും വെള്ളം ഒഴുകിപ്പോകുമ്പോഴും കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ മനുഷ്യന്മാർ ദുരിതത്തിലാണ്. അള്ളാഹുവിന്റെ പരീക്ഷണാണ്. അവിടെ തീരുന്നില്ല. എത്രയും ഭക്ഷണം കഴിച്ചാലും തീരാത്ത അത്രയും ബാങ്ക് ബാലൻസ് ഉള്ള ബില്യണർമാരാണവർ. പക്ഷേ ഒരു ബിസ്ക്കറ്റിന്റെ പാക്ക് കിട്ടുമോ എന്നവർ യാചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാണ്. നമ്മൾ 2018 അനുഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ടെക്നോളജിയും നമ്മുടെ സംവിധാനങ്ങളും നമ്മളുടെ ബാങ്ക് ബാലൻസും ഇതൊന്നും അള്ളാഹുവിന്റെ വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ പോന്നതല്ല എന്ന ചിന്തയാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. അപ്പോൾ പ്രകൃതിയിൽ സംഭവിക്കുന്ന മഴ, ചൂട്, ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ മാത്രമുള്ള ഏറ്റവും വലിയ കാര്യമാണ്. വിശുദ്ധമായ ഖുർആനും ഇത് തന്നെയാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ ദിവസവും നമ്മളോട് ഓതാൻ വേണ്ടി നിർദ്ദേശിച്ച സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ആ സൂറത്തുൽ വാഖിഅയുടെ 71ാമത്തെ ആയത്ത് മുതൽക്ക് ഏതാനും ആയത്തുകൾ നമ്മളോട് പറയുന്നുണ്ട്. അഫറഅയ്തുമുൻ നാറല്ലതി തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയിനെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിക്കണം.
അഫറൈതും, നിങ്ങളൊന്ന് ആലോചിക്കൂ, നിങ്ങൾ കണ്ടിട്ടില്ലേ അന്നാറല്ലതി തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീ, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചില്ലയോ? അൻതും അൻശഅതും ഷജറതഹാ അം നഹ്നുൽ മുൻശിഊൻ, തീ കത്തിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഈ മരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഈ തീ നിങ്ങൾ ഉണ്ടാക്കിയതാണോ? എല്ലാം പടച്ചോൻ നിങ്ങൾക്ക് തന്നതല്ലേ? എന്നിട്ട് ഈ തീയെ മുൻനിർത്തിയിട്ട് അല്ലാഹു പറയാൻ, നഹ്നു ജഅൽനാഹാ തദ്കിറ, ഇത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്, ഇത് നിങ്ങൾക്കൊരു വാണിംഗ് ആണ്, നിങ്ങൾ മറന്നു പോകരുത്. നഹ്നു ജഅൽനാഹാ തദ്കിറ, ഈ തീ ഉണ്ടല്ലോ, എന്നും വീട്ടിൽ നിങ്ങൾ തീ കാണുന്നവരാണ്, അടുപ്പിലും ഗ്യാസിന്റെ സ്റ്റൗവിലൊക്കെ നിങ്ങൾ തീ കാണുന്നവരാണ്. എപ്പോഴെങ്കിലും തീ കണ്ടപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എനിക്ക് തീയെ കുറിച്ച്, നരകത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സാമ്പിളാണ് പടച്ചവൻ എനിക്ക് കാണിച്ചു തരുന്ന തീ എന്ന്? ഇല്ലെങ്കിൽ സൂറത്തുൽ വാഖിയ നമ്മളോട് പറയുന്നത് നഹ്നു ജഅൽനാഹാ തദ്കിറ, ഈ കാണുന്ന തീ നിങ്ങൾക്കൊരു ഗുണപാഠമാണ്, ബുദ്ധി ഉണ്ടെങ്കിൽ ആ തീ നോക്കിയിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. സൂറത്തുൽ നിങ്ങൾ പറയുന്നുണ്ട്, നാറുക്കും, നിങ്ങളുടെ ദുനിയാവിലെ തീയുണ്ടല്ലോ, ദുനിയാവിൽ നമ്മൾ കാണുന്ന ഈ തീ, ആ തീ എന്നുള്ളത് നരകത്തിലെ തീയിന്റെ 70% മാത്രമാണ്. അഥവാ ദുനിയാവിലെ തീയിന്റെ 69 മടങ്ങ് തീ നരകത്തിലുണ്ട്. അപ്പോൾ ദുനിയാവിലെ തീ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം, ഈ തീ തന്നെ എന്തൊരു കഠിനമാണ്. ദുനിയാവിലെ തീ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഉരുക്കുന്ന തരത്തിലുള്ള തീ നമ്മുടെ ദുനിയാവിൽ തന്നെയല്ലേ? അപ്പോൾ ആ ദുനിയാവിലെ ഏറ്റവും കൂടിയ തീയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇരുമ്പുരുക്കുന്ന, ഇരുമ്പ് അലിയിച്ച് വെള്ളമാക്കി കളയുന്ന തീ, ആ തീയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നരകത്തിന്റെ തീയിന്റെ 70% മാത്രമാണ് ഈ ദുനിയാവിലെ ഏറ്റവും കൂടിയ തീ. അപ്പോൾ അതിനേക്കാൾ വലിയ തീയാണ് നരകത്തിന്റെ തീ. ആ നരകത്തിൽ എറിയപ്പെടുന്ന ഇന്ധനത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ സ്വയം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളണം, നരകത്തിൽ പോയി ചാടരുത്. നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാ പോരാ, വഅഹ്ലീകും, നിങ്ങളെ മക്കളെയും കുടുംബത്തിനെയൊക്കെ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തിയെടുക്കണം. കാരണം വഖൂദുഹന്നാസ് വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനം അന്നാസ്, മനുഷ്യന്മാരാണ്, വൽ ഹിജാറ, കല്ലുകളുമാണ്. നരകത്തിലിട്ട് കത്തിക്കുന്നത് കല്ലാണ്. നമ്മൾ സാധാരണ അടുപ്പുണ്ടാക്കുന്നത് കല്ലുകൊണ്ടാണ്. കല്ല് തന്നെ കത്തുന്ന ഒരടുപ്പ്, അപ്പോൾ ആ തീയിന്റെ ഗൗരവം എത്രയാണ്? ഇത്രയും കഠിനമായ തീ നിങ്ങൾക്ക് അനുഭവിക്കാൻ ആഖിറത്തിലുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദുനിയാവിലെ തീ നിങ്ങളൊരു സാമ്പിളായിട്ട് മനസ്സിലാക്കണം. ഇത് തന്നെ നിങ്ങൾക്ക് സഹിക്കാനാവുന്നില്ലെങ്കിൽ, ഈ ചൂട് തന്നെ നിങ്ങൾക്ക് അസഹ്യമാണ് എങ്കിൽ, ഇതിനേക്കാൾ വലിയ ചൂട് വരാൻ പോകുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പുണ്യകർമ്മങ്ങൾ കൂടെ ഉണ്ടാവണമെന്നാണ് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അന്ത്യനാളിലെ ചൂടിന്റെ ഗൗരവം റസൂലുള്ളാഹി തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദുനിയാവിലെ ചൂടിപ്പോ നമുക്ക് എല്ലാവരും അനുഭവിക്കാൻ, AC ഇല്ലാതെ ഒരാൾക്കും കിടന്നുറങ്ങാൻ പറ്റൂല. ഒരാൾക്കും വീട്ടിൽ AC ഇല്ലാതെ എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവൻ ഒരു കുറഞ്ഞ വിലക്കുള്ള AC എങ്കിലും കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഈ ദുനിയാവിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുന്ന നമ്മൾ ആഖിറത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയും ഇതുവരെ കരുതിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മാർഗമുണ്ട്. അതും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്. 7 വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമ്മൾക്കുണ്ടാവണം. അതിനാദ്യം ആഖിറത്തിന്റെ ചൂടിന്റെ ഗൗരവം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഇപ്പൊ പള്ളിയിൽ AC ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല. പുറത്തിരിക്കുമ്പോ നമുക്ക് പറ്റുന്നില്ല, നമ്മൾക്ക് വലിയ പ്രയാസമാണ്. ഗവൺമെന്റ് തന്നെ ഓർഡർ ഇറക്കി 10 മണിയുടെയും 3 മണിയുടെയും ഇടയിൽ വെയിൽ ഡയറക്റ്റ് ആയിട്ട് കൊള്ളുന്ന ഒരു പണിയിലും ഏർപ്പെടരുത് എന്ന് സർക്കാർ തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ കൂടുതൽ പറയുന്നത്? സൂര്യതാപമേറ്റ് 2 മനുഷ്യന്മാർ മരിച്ച വാർത്ത ഇന്നത്തെ പത്രത്തിലാണ് വന്നിട്ടുള്ളത്. ഇനി എന്തെല്ലാം കാണേണ്ടി വരും? എത്രമാത്രം വലിയ കഠിനമായ ദുരിതങ്ങളുടെ വാർത്തകളാണ് നമ്മളെ തേടിയെത്തുക. അല്ലാഹു നമ്മയൊക്കെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ കൊടിയ ചൂട് നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ ചൂടിനെയും കടത്തിവെട്ടുന്ന ചൂടാണ്. ഈ ചൂടൊക്കെ സൂര്യന്റെ കാഠിന്യം കൊണ്ടാണല്ലോ. സൂര്യനാണെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്താണ് ഇപ്പോൾ ഉദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് തന്നെ നമ്മൾക്ക് വിയർത്തൊലിക്കുകയാണ്.
ഒരു ദിവസം സാധാരണ ഒരു വട്ടം കുളിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ നമുക്കത് മതിയാകുന്നില്ല. എന്നാൽ എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ആ സൂര്യൻ മനുഷ്യന്റെ തലക്കുമീതെ ഉദിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുമുള്ള ഒരു ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, തുദിനശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്, അന്ത്യനാളിൽ സൂര്യൻ മനുഷ്യന്റെ തൊട്ടടുത്ത് വന്നിട്ടാ ഉദിക്കുന്നത്. തലക്കുമീതെ ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ ഉദിക്കുകയാണ്. അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. ഇപ്പോൾ തന്നെ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള സൂര്യന്റെ ചൂട് സഹിക്കാനാവാതെ മനുഷ്യന്മാര് മരിച്ചുപോയെന്ന വാർത്ത കേട്ട ഇന്നത്തെ ഈ ദിവസം നിങ്ങളൊന്ന് ചിന്തിക്ക്. നമ്മളുടെ തലക്കു തൊട്ടുമീതെ സൂര്യൻ ഉദിക്കുകയാണ്. ആ സൂര്യൻ ഉദിക്കുമ്പോൾ മനുഷ്യന്മാർക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാകും. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ തോതനുസരിച്ചാണ് നമ്മൾക്ക് കിട്ടുന്ന ആശ്വാസം. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത ആൾക്കാരുണ്ടാകും, ആ മനുഷ്യന്മാർക്കും വിയർപ്പിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളാണ്, പക്ഷേ ആ മനുഷ്യന്മാരുടെ ഞെരിയാണി വരെ വിയർപ്പായിരിക്കും. അത്രയും അവരുടെ കാൽപാദം മൂടുന്ന തരത്തിൽ അവരും വിയർപ്പിൽ ദുരിതം അനുഭവിക്കേണ്ടി വരും. സൽക്കർമ്മം കുറഞ്ഞ മനുഷ്യന്മാരുണ്ടാകും. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആളുകളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വമിൻഹും മൻ യകൂനു അലാ റുക്ബതൈഹി, ആ മനുഷ്യന്റെ കാൽമുട്ട് വരെ വിയർപ്പിനാൽ വന്ന വെള്ളം കൊണ്ട് അയാള് അതിൽ കാല് പൂഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരും. മൂന്നാമത്തെ വിഭാഗം ആളുകൾ, വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈഹി, അവന്റെ നടുവരെ വിയർപ്പിന്റെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അത്രയും സൽക്കർമ്മങ്ങൾ അവന് കുറവാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഒരു സുഹൃതവും ചെയ്യാത്ത മഹാപാപി ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമ, വിയർപ്പിലാകെ മുങ്ങിപ്പോയ മനുഷ്യന്മാരുണ്ടാകും. നമ്മൾ മാത്രമല്ല, നമ്മൾക്ക് തന്നെ ചിലപ്പോൾ അതിശയോക്തി തോന്നും, ഒരു മനുഷ്യന്റെ വിയർപ്പില് ഒരാൾ മുങ്ങിപ്പോവേൻ. നരകത്തിലെ മഹ്ശറയിൽ നമ്മൾ മാത്രം ഉണ്ടാവുക. എത്രമാത്രം മനുഷ്യന്മാരുണ്ടാകും. ഇത്രമേൽ മനുഷ്യന്മാർ, പാപികളായ ആളുകൾ, അവരുടെ വിയർപ്പിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥ ആഖിറത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ വലിയ ഗൗരവം നമ്മൾക്ക് താക്കീത് തന്നു, മുന്നറിയിപ്പ് തന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ചൂടും പുകയും ഈ വിയർപ്പും ഈ ഇടങ്ങേറും ഇതൊക്കെ അനുഭവിക്കുമ്പോ അല്പമെങ്കിലും നമ്മൾ ആഖിറത്തിനെ കുറിച്ചും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, എന്നാൽ ഈ വിയർപ്പും ചൂടും പുകയൊക്കെ ഉണ്ടാകുമ്പം രാജാക്കന്മാരെ പോലെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളുണ്ട്. അതിലൊന്ന് നമ്മൾ പെട്ടുകിട്ടണം. അതിൽ ഒന്നാമത്തെ ആളാരാന്നറിയോ? സബഅത്തുൻ, 7 വിഭാഗം ആളുകൾ, യുദില്ലുഹുമുല്ലാഹ്, അല്ലാഹു അവർക്ക് തണൽ കൊടുക്കും, അവർക്ക് യാതൊരു ചൂടും ഉണ്ടാകൂല. ആ മനുഷ്യന്മാർ അല്ലാഹുവിന്റെ അർശിന്റെ, പടച്ചോന്റെ സിംഹാസനത്തിന്റെ താഴെ വല്ലാത്ത ആ രാജാക്കന്മാരായിട്ട് വാഴുന്ന 7 വിഭാഗം ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ആള് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. പ്രജകളിൽ ഒരു വിഭാഗം ആളുകളെ കുറിച്ചിട്ട് അപരാധം പറഞ്ഞുകൊണ്ട് വോട്ട് തേടുന്ന നികൃഷ്ടരായ ഭരണാധികാരികളുണ്ട്. അത്തരം ആളുകൾക്കൊരിക്കലും അർശിന്റെ തണല് കിട്ടൂല. മനുഷ്യന്മാരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്ന നീതിമാന്മാരായ ഭരണാധികാരികൾ അൽ ഇമാമുൽ ആദിൽ, അത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണല് കൊടുക്കും. ഭരണാധികാരി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, ഇനിയിപ്പോ നമ്മളൊന്നും രാജാക്കന്മാരൊന്നും അല്ലല്ലോ. നിങ്ങളുടെ വീട്ടിലെ രാജാവ് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിലെ രാജാവ് നിങ്ങളാണ്. നിങ്ങളുടെ ഭാര്യയോട്, മക്കളോട് നിങ്ങൾ പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങളിൽ ഭംഗം വരുത്തിയിട്ടുണ്ടോ? എന്നാൽ അർശിന്റെ തണല് നിങ്ങൾക്ക് കിട്ടൂല. കാരണം നിങ്ങൾ നികൃഷ്ടനായ ഒരു ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരിയായിട്ട് നമ്മൾക്ക് മാറാൻ പറ്റണം. എവിടെയാണോ നമ്മൾക്ക് അധികാരമുള്ളത് അവിടെ നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണം. നിങ്ങളുടെ കൂട്ടും കുടുംബവും എല്ലാം അനീതിക്ക് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചാലും നിങ്ങൾ വരച്ച വരയിൽ നിൽക്കണം. ഇസ്തിഖാമത്തുള്ള ആളുകളായിട്ട് നമ്മൾക്ക് മാറാൻ പറ്റണം. ലോകം മുഴുവനും നിങ്ങൾക്ക് പണം തന്നും പ്രലോഭിച്ചും അനീതിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഒരു പക്ഷേ ഒരു കമ്മിറ്റിയുടെ ചെറിയൊരു ഭാരവാഹിയായിരിക്കും, അല്ലെങ്കിൽ വാർഡിന്റെ മെമ്പറായിരിക്കും. ഇനി അതിന്റെയൊക്കെ മുകളിലുള്ള എന്തെങ്കിലും ഒരു സ്ഥാനം നിങ്ങളെ മുസ്ലിം ഉമ്മത്ത് അമാനത്തായി ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. എന്നാൽ നിങ്ങൾക്ക് അല്ലാഹു അർശിന്റെ തണൽ തരും. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാന്നറിയോ? വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബി, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച യുവാവിന് അള്ളാഹു അർശിന്റെ തണൽ ലഭിക്കും. നിങ്ങളൊന്ന് നോക്കി, നമ്മളെ പള്ളികളിലൊക്കെയും വൃദ്ധന്മാര് ധാരാളം ഉണ്ടാകും.
വയസ്സായ ആൾക്കാർ എല്ലാ വക്തിനും പള്ളിയിലുണ്ടാകും. ചെറുപ്പക്കാരെവിടെ? അവർ പലരും ക്ലബ്ബുകളിലാണ്. ആ യുവാക്കളായ ആളുകൾ പള്ളിയിലേക്ക് വരുന്ന വിഷയത്തിൽ, നല്ല കാര്യങ്ങൾ സുഹൃത്തുക്കൾക്ക് വരുന്ന വിഷയത്തിൽ പിന്നിലായി പോകുന്നുണ്ട്. നമ്മൾ നല്ലോണം പേടിക്കണം. ദുനിയാവിൽ ഈ ചൂടും പുകയൊക്കെ കണ്ടിട്ട് ആഖിറത്തിലെങ്കിലും ഒന്ന് രക്ഷപ്പെടണ്ടേ? അതിന് വേണ്ടത് യുവത്വകാലം പടച്ചോന്റെ പൊരുത്തത്തിലായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റണം. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന യുവത്വകാലത്താണ്. ഇസ്ലാമിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സുഹൃതം ചെയ്യുന്നത്, ഒരു ചാരിറ്റി ചെയ്യാൻ, ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ പറ്റുന്നത് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുമ്പോഴാണ്. പക്ഷെ ആ നേരം നമ്മൾ കളിച്ചും രമിച്ചും മതിച്ചും അനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യുവത്വം നശിപ്പിച്ചു കളഞ്ഞിട്ട് പിന്നീട് വയസ്സനായി നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. അപ്പൊ നമുക്ക് നന്നാകാൻ ഇങ്ങനെ തോന്നും. അപ്പൊ തോന്നിയിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ? അതുകൊണ്ട് യുവത്വകാലം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ അർശിന്റെ തണൽ ലഭിക്കും. അള്ളാഹു നമ്മെ നന്നാക്കി തെരുമാറാവട്ടെ. പള്ളിയുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ആളാണോ നിങ്ങൾ? നിങ്ങൾക്ക് അർശിന്റെ തണൽ കിട്ടും. പള്ളിയായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കണം. പള്ളിയുടെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പള്ളിയിൽ നിസ്കരിക്കാൻ വരാന്ന് മാത്രമല്ല, പള്ളിയിൽ നിസ്കരിക്കാൻ വരണം, പള്ളിയുടെ ഹിദ്മകൾ ചെയ്യണം, പള്ളിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ പള്ളിയിലെ കൺസ്ട്രക്ഷൻ നടക്കുക. നമുക്കൊക്കെ കൂലി കിട്ടാൻ എന്തൊക്കെ വഴിയുണ്ട്. ഇവിടെ വരിക, വൃത്തിയാക്കേണ്ട സ്ഥലം വൃത്തിയാക്കുക, തേപ്പ് നടക്കുന്നുണ്ട്, പലതും നടക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് നനക്കാൻ കൂടി കൊടുക്കുക. ഇതൊക്കെ നമ്മൾക്ക് കൂലി കിട്ടൂലേ? പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്മാർക്ക് ആഖിറത്തിൽ ചൂട് സഹിക്കേണ്ടി വരൂല. അവൻ അർശിന്റെ തണൽ നൽകുമെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ. വല്ലാത്ത സങ്കടാണ്. നമ്മുടെ പള്ളിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന മനുഷ്യന്മാരുണ്ട്, പള്ളിക്ക് വരൂല. എല്ലാ നേരത്തും വരണ്ട. സുബഹിക്ക് എന്താ പള്ളിക്ക് വന്നാല്? സുബഹിക്ക് ആർക്കും അത്ര തിരക്ക്? ഒരു തിരക്കില്ലാത്ത നേരല്ലേ സുബൈ? സുബൈക്ക് തിരക്കുണ്ടാലും സെക്യൂരിറ്റിക്ക് മാത്രം. ഈ നാട്ടിൽ ഇത്ര തോന്നുന്ന സെക്യൂരിറ്റിമാരുണ്ടോ? സുബഹിക്ക് ഡ്യൂട്ടിയുള്ള ആൾക്കാരുണ്ടാകും. പക്ഷേ സുബഹിക്ക് ഒരു പണിയില്ലാതെ കിടന്നുറങ്ങുക, മക്കള് വീട്ടിൽ കിടന്നുറങ്ങുക, വയസ്സായ വല്യാപ്പയായ വാപ്പുണ്ടാകും, അല്ലെങ്കിൽ അത്തരം പ്രായമുള്ള ആൾക്കാർ പള്ളിയിൽ വന്നിട്ട് അങ്ങനെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടാൻ, മക്കള് വീട്ടിൽ കിടന്നുറങ്ങും. പള്ളിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. അവന്റെ നിസ്കാരം ശരിയാവണം, അവൻ പള്ളി വരണമെന്നാണ്. ഗൗരവമുള്ള സംഗതിയാണ്. എന്നിട്ട് നല്ലോണം കിടന്നുറങ്ങും. രാത്രി നേരത്തെ ഉറങ്ങാൻ നമ്മളോട് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ ഉറങ്ങാൻ, ഇശാഇന്റെ ശേഷം അനാവശ്യ സംസാരം തന്നെ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. എന്നിട്ട് നമ്മൾ 12 മണി വരെ 1 മണി വരെ അവിടെയും ഇവിടെയും ക്ലബ്ബുകളിൽ ഇരുന്ന് അങ്ങാടികളിൽ നിന്ന് വർത്താനം പറഞ്ഞിട്ട് നേരം കളയും. എന്നിട്ട് 1 മണിക്ക് പോയിട്ട് കിടന്നുറങ്ങും. പിന്നെ സുബഹിയില്ല, 8 മണിയാകുമ്പോൾ എണീക്കും. എന്നിട്ട് അതാ ളുഹുറിന് പള്ളിക്ക് വരുമ്പോൾ ഇങ്ങനെ കുനൂത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ മനുഷ്യന്മാരും കാണാത്തോട്ട് ഒളിച്ചു നിസ്കരിച്ചാൽ പോരെ? ഒരു സുബൈ നിസ്കരിക്കാത്ത ആളാണല്ലേ സുബൈ കളാക്കിയ ആളാന്നുള്ളത് എല്ലാവരെയും അറിയിക്കണം. എന്തിനാ ഞാൻ പറഞ്ഞു വരുന്നത്? പള്ളിയുമായിട്ട് എപ്പോഴും ബന്ധമുള്ള ആളുകളായിട്ട് മാറാൻ നമുക്ക് പറ്റണം. അർശിന്റെ തണൽ നമ്മൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് പള്ളിയുടെ അയൽവാസികൾ പള്ളിയിൽ തന്നെ വരാനുള്ളൊരു നിർബന്ധമായ ബോധം നമ്മൾക്കുണ്ടാവണം. നമ്മളെ കാണാൻ വയസ്സ് കുറഞ്ഞ എത്രയോ മനുഷ്യന്മാര് ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. അവരൊക്കെയും ആഗ്രഹിക്കുന്നത് 2 റക്അത്ത് നിസ്കരിക്കാൻ ചാൻസ് കിട്ടണേ എന്നാണ്. നമ്മൾക്കിപ്പോൾ അതിന്റെ ടൈമാണ്. ഇന്ന് നമ്മൾ ആഗ്രഹിച്ച് നടപ്പാക്കിയാൽ നമ്മൾക്ക് ലാഭമാണ്. ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. പിന്നെയും പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ തന്നെ വേർപിരിയുകയും ചെയ്യുന്ന ആളുകൾ, അഥവാ എല്ലാ സംഗമവും എവിടെ ഒരുമിച്ച് കൂടുകയാണെങ്കിലും നല്ലതിന് വേണ്ടി ഒരുമിച്ച് കൂടുള്ളൂ. അത്തരം ആളുകൾക്ക് അർശിന്റെ തണലുണ്ടാകും. 5ാമത് പറയുന്നു, നല്ല സുന്ദരിയായ ഒരു പെണ്ണ്, തറവാട്ടിൽ പറഞ്ഞൊരു പെണ്ണ്, ആ പെണ്ണ് നിങ്ങൾ അശ്ലീലത്തിന് വിളിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു, സോറി ഇതൊന്നും ശരിയാവൂലട്ടോ, ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് നെറുകേടിന് കൂട്ടുനിൽക്കാതെ നിങ്ങൾക്ക് മാറാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്കും അള്ളാഹു അർശിന്റെ തണല് തരും. 6ാമത് പറയുന്നു, വറജുലുൻ തസദ്ദഖ, ഒരാളൊരു ധർമ്മം ചെയ്തു, അഖ്ഫാ, ആ ധർമ്മം അയാൾ വളരെ രഹസ്യമാക്കിയിട്ടാണ് ചെയ്തത്. ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, അദ്ദേഹത്തിന്റെ വലത്തെ കൈയിന്റെ ധർമ്മം ഇടത്തെ കൈ അറിഞ്ഞിട്ടില്ല. അത്രമേൽ സ്വകാര്യമാക്കിയിട്ടാ ധർമ്മം ചെയ്തത്. ആ മനുഷ്യനും നാളെ
ആഖിറത്തിൽ ചൂട് കൊണ്ട് ഇടങ്ങേറാകൂല, അർശിന്റെ തണൽ അയാൾക്ക് കൊടുക്കുമെന്ന് പറയുന്നു. വറജുലും ദക്കറല്ലാഹ ഖാലിയൻ ഫഫാവത ഐനാ. ഇതെല്ലാം കൂടി ഒന്നും നമുക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ എല്ലാവർക്കും എളുപ്പമുള്ളൊരു വഴിയുണ്ട്. നട്ടപ്പാതിര നേരത്തെ എണീക്കുക, വുളു എടുക്കുക, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് കൽബ് നുറുങ്ങിയിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് ദ്വാരനാ മതി. അള്ളാഹിനെ പേടിച്ചിട്ട് കരഞ്ഞ കണ്ണുണ്ടോ നിങ്ങൾക്ക്? അള്ളാഹു നിങ്ങളെ നരകത്തിലിടൂല. അങ്ങനെ കരഞ്ഞ കണ്ണുള്ള നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ ചൂട് സഹിക്കേണ്ടി വരൂല. അർശിന്റെ തണൽ നൽകി അള്ളാഹു അവരെയും സംരക്ഷിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ പറഞ്ഞ 7 കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ദുനിയാവിലെ കൊടിയ ചൂടിന്റെ നേരത്ത് ആഖിറത്തിലെ ചൂടിനെ കുറിച്ച് ആലോചിച്ച് രക്ഷപ്പെടാനുള്ള വഴിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ആലിമീങ്ങളെല്ലാവരും മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദുആ ഒരു പ്രധാന ഘടകമാണ്. ആ ദുആ സ്വീകരിക്കണമെങ്കിൽ പാപമില്ലാതിരിക്കുക എന്നത് അതിന്റെ നിബന്ധനയാണ്. നമ്മളെല്ലാം നെറികേടും ചെയ്തിട്ട് മഴ വേണേ എന്ന് പറയല്ല വേണ്ടത്. ആദ്യം നമ്മളൊന്ന് തൗബ ചെയ്യുക, പറ്റുമെങ്കിൽ നോമ്പെടുക്കുക, പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മളെ തട്ടിക്കളയുകയില്ല. അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. അതോടൊപ്പം ദാനധർമ്മങ്ങൾ നമ്മൾ ധാരാളം ചെയ്യണം. പള്ളിക്ക് വേണ്ടിയിട്ട്, അതേപോലെ പാവപ്പെട്ടവന് വേണ്ടിയിട്ടൊക്കെയും നമ്മൾ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്ന ധർമ്മങ്ങളുടെ ഫലമായി കൊണ്ട് ആപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. വരൾച്ച പോലെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആപത്ത് വേറെന്താ? അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ധർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുക. അതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടിയുള്ള വിഭവങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു തരത്തിലുള്ള ധൂർത്തും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരാഴ്ച മുന്നേ നമ്മുടെ പത്രത്തിൽ റിപ്പോർട്ട് കണ്ടു. എന്താ റിപ്പോർട്ട്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ EV ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, EV ഉപയോഗിക്കുന്ന സ്റ്റേറ്റ് ആയിട്ട് കേരളം വളർന്നിട്ടുണ്ട് എന്ന്. ഇലക്ട്രിക് വെഹിക്കിളുകൾ ഏറ്റവും കൂടുതൽ നിരത്തിലിറങ്ങുന്ന സ്റ്റേറ്റ് കേരളമാണ്. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളുടെ കമ്പാരിസൺ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിളുകൾ ഉള്ളത് കേരളത്തിലാണ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മളുടെ വൈദ്യുതിയുടെ ഉപയോഗം കൂടുകയാണ് എന്ന്. എങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത്? പ്രധാനമായും വെള്ളമാണ്. ജലവൈദ്യുത പദ്ധതികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. വെള്ളമില്ലാതെ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുക? വരൾച്ചയല്ലേ, നമ്മുടെ കിണറ്റിലും കുളത്തിലൊന്നും വെള്ളമില്ല. പിന്നെ KSEBക്ക് ഈ ജലവൈദ്യുത പദ്ധതികളിൽ എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ ഊർജത്തിന്റെ സ്രോതസ്സുകൾ വളരെ കുറവാണ്, എന്നാൽ ഊർജത്തിന്റെ ഉപയോഗമോ വളരെ കൂടുതലുമാണ്. ഏറ്റവും കൂടുതൽ EV നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈദ്യുതിയുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നാണ്. അതോടൊപ്പം ഇപ്പോൾ വല്ലാത്ത ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഏത് പുതിയ വീടുകൾ ഉണ്ടാക്കുകയാണെങ്കിലും ആ വീടുകളുടെ മതിലുകളിലും ചുമരുകളിലും അനാവശ്യമായ അലങ്കാര വെളിച്ചങ്ങൾ നിറച്ചു വെക്കുന്ന ഒരു ട്രെൻഡ് അല്ലേ? നമ്മളാണെങ്കിൽ ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ എഞ്ചിനീയറോട് പറയും തലങ്ങും വിലങ്ങും ലൈറ്റ് കൊടുക്കാൻ. LED ലൈറ്റുകളായിരിക്കും. പക്ഷെ പല തുള്ളി പെരുവെള്ളമെന്നോണം കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഉപയോഗിക്കുന്ന ഈ ചുമരുകളിലെ വെളിച്ചം, അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? കാണാനൊരു അലങ്കാരാണ്, ശരിയാണ്. പക്ഷേ മനുഷ്യന്മാർ ആകെ നീറിപ്പുകയുന്ന നേരത്ത് തൽക്കാലം ഈ അലങ്കാര വെളിക്കുകൾ ഞാൻ ഉപയോഗിക്കൂല എന്നുള്ള ഒരു മിനിമം ബോധം നമ്മൾക്കുണ്ടാവണം. അഥവാ മനുഷ്യന്മാർക്ക്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഉപയോഗിക്കാൻ 1,00,000 യൂണിറ്റ് കറണ്ട് വേണമെന്ന് വെക്കുക. അതൊന്നുമല്ല, ഒരു കണക്കാക്കാനുള്ള എളുപ്പത്തിന് പറയാണ്. 1,00,000 യൂണിറ്റ് കറണ്ട് വേണമെന്ന് നോക്കുക. ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് പറഞ്ഞു, എൻ്റെ മക്കളോടും ഫാമിലിനോടൊക്കെ പറഞ്ഞു, വൈദ്യുതി ഉപയോഗം വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷാകും. അപ്പൊ എൻ്റെ മോളിനോട് ചോദിച്ചു, അതിന് നമ്മൾ പൈസ കൊടുക്കണില്ലേ? എത്ര നമ്മൾ ഉപയോഗിച്ചാലും ഒരു ബില്ല് തരും, ആ ബില്ലിനനുസരിച്ച് നമ്മൾ കാശ് കൊടുക്കുന്നില്ലേ? അപ്പോൾ പിന്നെ ഗവൺമെന്റിന് എന്താ നഷ്ടം? അതാണ് നമ്മൾ പലരുടെയും ചിന്ത, നമ്മൾ ഇതിന് കാശ് കൊടുക്കുന്നില്ലേ എന്ന്. നമ്മൾ കാശ് കൊടുത്താൽ പോരല്ലോ, ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് കൂടി നോക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റിൽ ഒരു വളരെ സാധനങ്ങൾ ഇല്ലാത്തൊരു സമയം, ചിലപ്പോൾ ഉള്ളി കിട്ടാത്ത സമയം നമ്മുടെ നാട്ടിൽ വരും, ചിലപ്പോൾ തക്കാളി കിട്ടാത്തൊരു സമയം വരും. അപ്പോഴാണ് നാട്ടിലേക്ക് ഒരാൾ കുറെ തക്കാളിയുമായിട്ടൊരു ലോഡ് വന്നത്. അപ്പൊ നമ്മൾ കടയിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു 4-5 ചാക്ക് തക്കാളി വാങ്ങാൻ പറ്റുമോ? പാടില്ല. ഇസ്ലാം അതിനെ നമ്മളെ എതിർത്തിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ പണി നിങ്ങൾ ചെയ്യരുത്.
കാരണം നാട്ടിൽ കുറെ മനുഷ്യന്മാരുണ്ട്. എല്ലാവർക്കും കിട്ടേണ്ട വിഭവം നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് എന്ന് കരുതി നിങ്ങൾ ഒരുപാട് വാങ്ങിക്കൂട്ടരുത്. മറ്റുള്ളവർക്ക് കൂടി അർഹതപ്പെട്ട വിഭവങ്ങൾ അവർക്ക് കൂടി ഷെയർ ചെയ്യാനുള്ള ബോധം നമ്മൾക്കുണ്ടാവണം. അതുകൊണ്ട് വീട്ടിലെ അലങ്കാര വിളക്കുകൾ അതിപ്പോ തൽക്കാലം നിങ്ങൾ കത്തിക്കാൻ നിൽക്കരുത്. ഈ വരൾച്ചയൊക്കെ മാറട്ടെ, മനുഷ്യന്മാർക്ക് ആവശ്യത്തിന് ഊർജ്ജം ലഭിക്കട്ടെ, അപ്പൊ നിങ്ങൾ അലങ്കാര വിളക്കുകൾ ഉപയോഗിച്ചോ. ഇപ്പോൾ ഒരു ബൾബും വെറുതെ കത്തരുത്, ഒരു ഫാനും വെറുതെ കറങ്ങരുത്, ഒരു തുള്ളി വെള്ളവും ടാങ്ക് നിറഞ്ഞിട്ട് പിന്നെയും ഒഴുകിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. പരമാവധി ഊർജം നമ്മൾ കരുതി ഉപയോഗിക്കണം, വെള്ളം കരുതി ഉപയോഗിക്കണം. ഇല്ലാത്ത ആളുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള ഷെയറിങ്ങിന്റെ മനസ്ഥിതി നമ്മൾക്കുണ്ടാവണം. അല്ലാഹുവേ, നിന്റെ റഹ്മത്താകുന്ന മഴ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ ഞങ്ങളെ മുഴുവനും നീ കാക്കണം അല്ലാ. ഞങ്ങൾ പാപികളാണ്, പെരുത്ത് തെറ്റ് ചെയ്തു കൂട്ടിയവരാണ്. നിന്റെ റഹ്മത്തല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയുമില്ല അല്ലാ. നീ ഞങ്ങൾക്ക് മഴ തടയല്ല റഹ്മാനെ. മഴ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാ. നിന്റെ റഹ്മത്തായ മഴയില്ലെങ്കിൽ മനുഷ്യർ മരിച്ചു പോകുന്നുണ്ട്, മൃഗങ്ങൾ ചത്തുപോകുന്നുണ്ട്, ജീവജാലങ്ങളൊക്കെ വലിയ ദുരിതത്തിലാണ് അല്ലാ. നീ നിന്റെ റഹ്മത്താകുന്ന മഴ തന്ന് ഞങ്ങളോട് കരുണ കാണിക്കണം അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.